സഹോദരങ്ങളെ, എത്ര പേരാണ് ഇവിടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ വചനം വായിക്കണം, ദൈവത്തോടടുക്കണം. പക്ഷെ എന്താണ് പ്രശ്നം? വർഷങ്ങൾ കടന്നു പോകുന്നു, പക്ഷെ നമ്മൾ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അറിയേണ്ട ഒരു സത്യമുണ്ട്. ആത്മീയ മുന്നേറ്റത്തെ തടയുന്ന തടസ്സങ്ങളെല്ലാം നമ്മിൽ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മിലെ തടസ്സങ്ങളെ നാം തന്നെ നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. ആത്മീയ ഗോളത്തിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ഇന്നിവിടെ ഒരു ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നു. സൗജന്യ സ്പിരിച്വൽ ഡിസീസ് ക്യാമ്പ്. അതിനായി ഡോക്ടർ മേരിക്കുട്ടി അട്ടപ്പാടിയിൽ നിന്ന് വരുന്നതാണ്. ഇതെന്താ ഒരു പുതിയ ബോർഡ്? നമ്മുടെ കടയ്ക്കടുത്തു തന്നെ സൗജന്യ സ്പിരിച്വൽ ഡിസീസ് ക്യാമ്പ്. ഇന്നത്തെ കച്ചവടം കുശാലായി. ഇതാണോ ഡോക്ടർ? ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ രോഗികളൊന്നുമില്ലേ? വരുന്നുണ്ട്. ഇരിക്കാം പോയി. മോളിക്കുട്ടി ആൻറ്റിയെ, രാവിലെ തന്നെ എങ്ങോട്ടാ? മനസ്സിലായി. ഫ്രീ എന്നും ഓഫറൊന്നും കേൾക്കുമ്പോൾ അങ്ങ് ഓടിക്കോണം. ഒന്ന് പോടാ, ഒരു നല്ല കുഞ്ഞു വന്നിരിക്കുന്നു. ഇരിക്കൂ. എന്താ പേര്? മോളിക്കുട്ടി. എന്താ പ്രോബ്ലം? അത് ഡോക്ടറെ, എത്ര ശ്രമിച്ചിട്ടും ചർച്ചിൽ നേരത്തെ വരാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം, ഡ്രസ്സ് നോക്കി ഏതിടണമെന്ന് കൺഫ്യൂഷൻ. പിന്നെ ഇടയ്ക്ക് TV ഒന്ന് നോക്കാം. എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ പ്രസംഗം തുടങ്ങും. പിന്നെ പ്രസംഗത്തിൻ്റെ ഇടയിൽ പാസ്റ്ററിൻ്റെ ഒരു കുത്തുവാക്കുകളും. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. പള്ളിയിൽ വരാനും പ്രാർത്ഥനയ്ക്ക് മാത്രം സമയമില്ല. അത് എന്നെ കുത്തി പറഞ്ഞത് തന്നെ. മോളിയേന്റിയെ, ഈ രോഗം പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. ആത്മീയ കാര്യത്തിനും ഒരു ഉത്സാഹവുമില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് 1 യോഹന്നാൻ 2:17 പറയുന്നുണ്ടല്ലോ. ലോകത്തിൻ്റെ പിറകെ അല്ല നാം പോകേണ്ടത്. ദൈവിക കാര്യങ്ങളിൽ ആദ്യം മുൻതൂക്കം കൊടുക്കണം. നിത്യതയ്ക്കായി ഓടുവാൻ നാം വാഞ്ചിക്കണം. ഓക്കെ, ഒരു കാര്യം ചെയ്യ്. ആ TVയുടെ കേബിൾ കണക്ഷനും കട്ട് ചെയ്യ്. എന്താ ഡോക്ടർ? അല്ലെങ്കിലും ഇത് പറയുമ്പോൾ ആർക്കും ചെവി കേൾക്കത്തില്ല. TVയുടെ കേബിൾ കട്ട് ചെയ്യണം. എന്നിട്ട് ആ ടൈമും കൂടെ പ്രാർത്ഥിക്കണം. എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ, ശരി ഡോക്ടർ. അവറച്ചായോ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് പോടാ മോനെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് തന്നെയാണ് എൻ്റെ പണി. ഇരിക്കൂ. എന്താ പേര്? അവറാച്ചൻ. എന്താ പ്രശ്നം? ഡോക്ടർ, എനിക്ക് ആരാധനയിടയിൽ ഭയങ്കര ഉറക്കമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെയും പ്രസംഗത്തിന്റെ ഇടയിലാണ് ഇത് കൂടുതൽ. ഇതൊരു രോഗമാണോ ഡോക്ടർ? തീർച്ചയായും ഇതൊരു പകർച്ചവ്യാധിയാണ്. മറ്റുള്ളവർക്കും കൂടി ഈ രോഗം പകരും. ഈ രോഗത്തിന്റെ പേര് ഉറക്കമാന്യ എന്നാണ്. അവറാച്ച, ആദ്യം നമ്മൾ സ്ഥലകാല ബോധമുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നു എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. സങ്കീർത്തനം 118:1 പറയുന്നത് യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ എന്നാണ്. അവറാച്ചൻ ഒരു കാര്യം ചെയ്യും. സഭായോഗത്തിൽ പോകുമ്പോൾ ആമേനും സ്തോത്രവും ഉറക്കെ പറയണം. അങ്ങനെ ഉറക്കെ സ്തോത്രം പറയുമ്പോൾ അവറാച്ചനും അടുത്തുള്ളവർക്കും ഈ രോഗം പകരില്ല. നിങ്ങളെക്കാൾ ബുദ്ധിമുട്ട് അവിടെ വചനം പ്രസംഗിക്കുന്ന പാസ്റ്റർക്കാണ്. വചനം പ്രസംഗിക്കുന്നതിനിടയിൽ നിങ്ങൾ എപ്പോഴും കസാരയിൽ നിന്ന് താഴെ വീഴും എന്ന് പേടിച്ചാണ് ആ പാസ്റ്റർ പ്രസംഗിക്കുന്നത്. അപ്പോൾ ശരി, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ രോഗം പൂർണ്ണമായിട്ട് മാറാവുന്നതേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. നേരെ നോക്കി നടക്ക്, തട്ടി വീഴുന്നുള്ള ഷേപ്പും കൂടെ കളയാതെ. ഇരിക്കൂ. എന്താ പേര്? കഴിയാച്ചൻ ഫ്രം കറുകച്ചാൽ. എന്താ പ്രശ്നം? എടാ, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം ആ ഫോൺ പോക്കറ്റിൽ വെച്ചിട്ട് സംസാരിക്കൂ. ആ ഫോൺ ഒന്ന് സൈലന്റ് ആക്കി വെക്ക് സഹോദര. സോറി ഡോക്ടർ. എന്താ ഇപ്പൊ പ്രശ്നം? ഡോക്ടറെ, ഫോണാണ് എൻ്റെ പ്രശ്നം. ബൈബിള്, സോങ് ഇതെല്ലാം ഈ ഫോണിലുണ്ട്. പാസ്റ്റർ വചനം പറയുമ്പോൾ ഞാൻ ഫോൺ നോക്കും. അപ്പോഴാണ് ആൻമറിയുടെ മെസ്സേജ്. അത് നോക്കുമ്പോൾ വാട്സപ്പിൽ കുറേ മെസ്സേജ് വന്ന് കിടക്കും. ഇതെല്ലാം കഴിയുമ്പോഴേക്കും പ്രസംഗം തീരും. ഞാൻ എന്നാ ചെയ്യണം ഡോക്ടറെ? കറിയാച്ച, പുറപ്പാട് 3:5 ഇങ്ങനെ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. ഡോക്ടർ, ഞാൻ ചെരുപ്പ് ഊരിയിട്ടതിന് ശേഷമാണ് ആലയത്തിലേക്ക് വരുന്നത്. അല്ല കറിയാച്ച, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെരുപ്പ് ലൗകികതയാണ് സൂചിപ്പിക്കുന്നത്. കറിയാച്ചൻ ഇനി മുതൽ ഫോണിന് പകരം ബൈബിൾ കൊണ്ടുപോവുക.
ചർച്ചിലിരിക്കുന്ന 2-3 മണിക്കൂർ പൂർണ്ണമായും മൊബൈൽ നോക്കുന്നത് ഒഴിവാക്കുക. ഫോൺ കയ്യിലിരുന്നാൽ വെറുതെയെങ്കിലും എടുത്ത് തുറന്നു നോക്കാൻ തോന്നും. ഫോണില്ലാത്ത കാലത്തെ പറ്റി ആർക്കും ചിന്തിക്കാൻ കൂടി വയ്യ. എന്നാൽ ഇനി മുതൽ ചിന്തിക്കണം. ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജി കാരണം എല്ലാ ജനങ്ങളും ഗുണത്തേക്കാൾ ദോഷമാണ് അനുഭവിക്കുന്നത്. ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിക്കണം. ദൈവം തന്ന നന്മയൊന്നും ദൈവത്തെ അറിയാൻ തടസ്സമായി നമ്മൾ ഉപയോഗിക്കരുത്. ഇതിനെല്ലാം നമ്മൾ കണക്ക് പറയുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് ആ ഫോണൊന്ന് മാറ്റിവെച്ചാൽ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറാവുന്നതേ ഉള്ളൂ. ശരി ഡോക്ടർ. ജിമ്മിച്ചായ ഷാർജ ഷേക്ക് ഉണ്ടോ? ചായക്കടയിലാണോ ഷാർജ ഉള്ളത്? ഇവളിത് ഉഗാണ്ടേന്നാണോ വരുന്നത്? അമ്മയ്ക്കും മോൾക്കും പ്രശ്നമാണോ? എന്നാ കിൻഡർ ജോയ് ഉണ്ടോ? ഒന്ന് മിണ്ടാതെ വാ കൊച്ചേ ഇങ്ങോട്ട്. വരണം ഇരിക്കൂ. ആർക്കാ പ്രശ്നം? ഇതെന്റെ മോൾ, ടിൻറ്റു മോൾ. ഇവൾക്ക് മെമ്മറി വേർഡ്സ് പഠിക്കാൻ പറ്റുന്നില്ല. സൺഡേ സ്കൂളിൽ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. എല്ലാം എക്സാമിന് തലേന്നാണ് പഠിക്കുന്നത്. പക്ഷെ സ്കൂളിൽ എല്ലാത്തിനും ഫസ്റ്റാ. ഇതിനെന്താ ഡോക്ടർ ഒരു പരിഹാരം? ഇത് കുട്ടികളുടെ കുഴപ്പമല്ല, പാരൻസിന്റെ പ്രശ്നമാണ്. സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും, ട്യൂഷനും വിടും. പക്ഷേ വചനം വായിപ്പിക്കാനോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനോ സമയമില്ല. ശനിയാഴ്ച പോലും സൺഡേ സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിക്കില്ല, അന്നും ട്യൂഷൻ. സദൃശവാക്യം 22:6 ഇങ്ങനെ പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അതുകൊണ്ട് നമ്മൾ പാരൻസ് ഇതിന് പ്രാധാന്യം കൊടുക്കണം. എല്ലാ ദിവസവും സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഒരു വചനം കൂടി പഠിപ്പിക്കണം. അങ്ങനെ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും വചനം പഠിക്കും. അത് അവരുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഉറയ്ക്കും. പിൻകാലത്ത് ഈ വചനം അവരെ വഴി നടത്തും, തെറ്റിപ്പോകാൻ സമ്മതിക്കില്ല. അതവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യാം ഡോക്ടർ. ജിമ്മിച്ചായ ബൈ ബൈ. ഒന്ന് പോടി കൊച്ചേ. ഡെയ്സിയെ, മുഖത്തിനെന്താ ഒരു കടുപ്പം? ഒന്ന് പോടാവേ. വരണം. എന്താ പേര്? എൻ്റെ പേര് ഡെയ്സി. എന്താ പ്രശ്നം? എൻ്റെ ഡോക്ടറെ, എനിക്ക് ആരാധനയ്ക്ക് പോയി ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ദഹനക്കേടാ, ഒരു കുത്തിവലി. കൈയടിക്കാനും പാടാനും ഒന്നും പറ്റുന്നില്ല. ഇടയ്ക്കിടെ എണീറ്റു പോണം. ഒന്ന് പോയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അഥവാ ഫുൾ ഇരിക്കാന്ന് കരുതിയാൽ ഉടനെ ഓഫീസിൽ നിന്ന് കോൾ. വർഷിപ്പ് കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് പോകും. ഡോക്ടറെ, ഇതിനെന്താ പരിഹാരം? ഇത് മിക്കവരിലും കണ്ടുവരുന്ന രോഗമാണ്. ആരാധനയ്ക്കിരിക്കുമ്പോൾ ഏകാഗ്രതയില്ല, അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ടിരിക്കും. വചനം കേൾക്കുമ്പോൾ ഉള്ള കുത്തിവലി. പേടിക്കാൻ ഒന്നുമില്ല, ശരിയാക്കിയാൽ മതി. വചനം 20 തലയുള്ള വാളാണേ. അത് സന്ധി മജ്ജകളെയെല്ലാം തുളച്ചു കയറും. അപ്പോഴാണ് ഈ കുത്തിവലി വരുന്നത്. പിന്നെ ആവശ്യബോധമില്ല, മനോഭാരമില്ല, എല്ലാം ആവശ്യത്തിലധികം സമൃദ്ധിയായി ദൈവം തരുന്നുണ്ട്. പിന്നെ എന്തിനിരിക്കണം എന്നുള്ള ചിന്തയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ ഡെയ്സി, നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങാമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ? ആ സ്ഥലം എത്തുന്നത് വരെ നമ്മൾ എത്ര മണിക്കൂറായാലും ക്ഷമയോടെ ഇരിക്കും. അതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഭയത്തോടും ഭക്തിയോടും കൂടെ ഇരിക്കണം. വചനം മായമില്ലാത്ത പാലാണ്, അത് വായിക്കണം. അഭിഷേക തൈലമുണ്ടോ? ഇല്ല, കോടാലി തൈലമുണ്ട്. ചുമ്മാതല്ല ആൾക്കാർക്ക് കോടാലിയാവുന്നത്. അതല്ല, അഭിഷേക തൈലം. അത് കുറഞ്ഞത് എല്ലാ ദിവസവും 3 നേരം പുരട്ടണം. നാവ് കൊണ്ട് പറയണം. അപ്പോ ഈ മടിയും അലസതയും ഒക്കെ മാറും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും എന്നെപ്പോഴും പറയണം. കേട്ടോ ഡെയ്സി? ഓക്കെ, ശരി ഡോക്ടർ. ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി പോകാം. ഒരു ചായ. ഇതാ ഡോക്ടർ ചായ. കുറെ നേരമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. എന്താ പേര്? എൻ്റെ പേര് ജിമ്മിച്ചൻ. ഈ വഴിയിൽ പോകുന്ന ആൾക്കാരെ എല്ലാരെയും കളിയാക്കുന്നതും കുറ്റം പറയുന്നതും അത്ര നല്ല ശീലമല്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. സദൃശവാക്യം 21:23 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. സ്വന്തം കണ്ണിലെ കോലിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നതിന് മുമ്പ് സ്വയം നന്നാവുക. ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുക.
ആയിക്കോട്ടെ ഡോക്ടർ. പ്രിയരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള കുറവുകൾ ഈ സ്കിറ്റിലൂടെ നാം കണ്ടു. കുറവുകൾ ഉള്ളിടത്താണ് കർത്താവിൻ്റെ കൃപ നിറയുന്നത്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ തിരക്കിലാണ്. പഠനം, ജോലി, കുടുംബം, ഇങ്ങനെ 24 മണിക്കൂറും തീർന്നു പോകുന്നു. ഒരു നിമിഷം ചിന്തിക്കൂ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയമില്ലാത്ത നമ്മൾ മറ്റെന്തിനും സമയം കണ്ടെത്തുന്നു. എന്നിട്ട് എപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എന്തുകൊണ്ട് ഞാൻ വളരുന്നില്ല? പക്ഷേ ദൈവം അപ്പോൾ നമ്മളോട് ചോദിക്കും, മക്കളെ, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ സന്നിധിയിൽ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുന്നില്ല എന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാനുള്ള മനസ്സ് നമുക്കില്ല. ആ ഭാരം നീ എപ്പോൾ താഴെ വയ്ക്കും? നിന്റെ സമയത്തിൻ്റെ ആദ്യ ഫലം നീ ആർക്കാണ് കൊടുക്കുന്നത്? ദൈവം നമ്മോട് വലിയ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, നമ്മുടെ ഹൃദയം മാത്രമാണ് ചോദിക്കുന്നത്. ദാവീദ് ആട്ടിടയനായിരിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേൽ ബാബിലോണിൽ അടിമയായിരിക്കുമ്പോഴും പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതം ഒരു തോട്ടമാണ്. അതിൽ പ്രാർത്ഥനയും വചന ആരാധനയും ഇല്ലെങ്കിൽ ആത്മീകമായി നാം വാടിപ്പോകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുറവുകളെ കണ്ടെത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഒരുങ്ങാം. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും നമുക്ക് മുന്നേറാം. ഇന്ന് ഈ നിമിഷം മുതൽ നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ സമയത്തിൻ്റെ ആദ്യ ഫലം ഞാൻ നിനക്ക് തരുന്നു. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തോന്നും നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തോന്നും നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേറുന്നിന് കേണ്ടതിൻ ഉള്ളിൽ നീ, കള്ളമേതുന്നിന് കേണ്ടതിൻ ഉള്ളിൽ നീ. രക്ഷിതാ